പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് എമ്പക്കര. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കുറുവടി കുഞ്ഞിനെ പോലെ, അതുപോലെ തന്നെയാണ് നെടുവടി നട്ടല് പോലെ എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ശരീരത്തിൽ നമുക്കറിയാം 206 അസ്ഥികളാണുള്ളത്. എസ് ഷേപ്പിൽ, ഇംഗ്ലീഷ് അക്ഷരമല്ല, എസ് ഷേപ്പിലിരുന്ന മനുഷ്യൻ നിവർന്ന് ഈ പരുവത്തിലേക്ക് വരാനായിട്ട് ഏകദേശം 50 ലക്ഷം വർഷങ്ങൾ എടുത്തെന്ന് വേണം കണക്കാക്കാൻ. 50 ലക്ഷം വർഷങ്ങൾ. അങ്ങനെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഈ അവസ്ഥയും ഈ ആകൃതിയും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ 206 അസ്ഥികളില്ലേ, അതിൽ ഏറ്റവും വലിയ അസ്ഥി എന്ന് പറയുന്നത് നമ്മുടെ തുടയസ്ഥിയാണ്. ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ സ്റ്റേപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ചെവിക്കുള്ളിലുള്ള മിഡ് ഇയറിൽ വരുന്ന ഏറ്റവും ചെറിയ അസ്ഥിയാണത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഏകദേശം ഒരു ധാരണ ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ഇവിടെ വരുന്ന ഭാഗത്ത് എന്തൊക്കെയാണുള്ളത്, എത്ര അസ്ഥികളുണ്ട്, അതിൻ്റെ ബലം എത്രയായിരിക്കും, ഇങ്ങനെ കുറച്ചേറെ കാര്യങ്ങൾ വെച്ചിട്ടാണ് കടയിൽ ഭയങ്കരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം പറഞ്ഞില്ലേ നെടുവടി നട്ടല് പോലെ. അപ്പം നെടുവടി നേരെ വളഞ്ഞു വരാം, നിവർന്ന് വരാം, അതിനെല്ലാം സഹായിക്കുന്നത് കൊണ്ടാണ് അതിനെ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ വലിയ വടികളൊക്കെ തന്നെ വളഞ്ഞു വരാനും തിരിഞ്ഞു വരാനും ഒക്കെ ഉള്ളൊരു സാധ്യതകളുണ്ട്. ഇപ്പോൾ കോൽത്താരി അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പയറ്റുകൾ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതിൻ്റെ വലിപ്പവും അല്ലാതെ നമ്മൾ ഒരു അലങ്കാര പയറ്റിൽ വീശുമ്പോൾ ചെയ്യുന്ന അളവും ഒക്കെ വ്യത്യാസമുണ്ട്. ഇതെല്ലാം നമ്മൾ പൊതുവിൽ അളവ് പറയുമെങ്കിലും ഒരാളുടെ ഹൈറ്റ് അനുസരിച്ചാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം, എങ്ങനെയൊക്കെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഏത് വടിയും ഒരു 12 ചാണെന്നും പറഞ്ഞ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 12 ചാൺ വീശ, പന്തീരാൻ വീശെന്നും പറഞ്ഞ് പറയാറുണ്ടെങ്കിലും ഈ 12 ചാണെന്ന് പറഞ്ഞാൽ അവനവൻ്റെ കൈക്കാണ്. കാരണം ഇതെല്ലാം പഠിപ്പിച്ചു വരുന്നത് നമ്മുടെ മർമ്മ പ്രയോഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഒരുപാട് ഗുണം കിട്ടും. മർമ്മ കോലുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൃത്യമായ അളവ് കിട്ടാറുണ്ട്. അപ്പോൾ ഒരാളുടെ ശരീരത്തിൻ്റെ അളവ് അനുസരിച്ചാണ് ഇതെല്ലാം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വ്യക്തമായിട്ട് ഉൾക്കൊള്ളുക തന്നെ ചെയ്യും. ഇപ്പോൾ സെർവിക്കൽ, നമ്മുടെ പെടലിയുടെ പുറകു വശത്തുള്ളൊരു ഭാഗം, അപ്പോൾ സെർവിക്കൽ എത്ര ബോണുണ്ട്, അതിൻ്റെ ബലം എത്രയാണ്, അത് നമുക്കറിയാമെങ്കിൽ നമുക്കറിയാം. നമ്മൾ കൈകൾ ഇങ്ങനെ പിടിക്കുകയോ, അതായത് കയറി വരുന്ന ഒരാളെ ഇങ്ങനെ തടസ്സപ്പെടുത്തുമ്പോൾ നെറ്റിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭാഗത്തോ മൂക്കിലോ ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ കയറാൻ പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ബോണിൻ്റെ ബലക്കുറവാണ്. കാരണം അവിടെ ചുറ്റുമുള്ള മസിലുകൾക്കും ബലക്കുറവാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ബലം നിൽക്കുന്ന നമുക്കറിയാം. ശരീരത്തിൻ്റെ ഒന്ന് ബോണാണ്, രണ്ടെന്ന് പറഞ്ഞാൽ മസിലുകൾ, ടെൻഡൻസ്, ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് നമുക്ക് ബലം തരുന്നത്. വഴക്കം തരുന്നതാണ് നമ്മുടെ ജോയിൻറ്റുകളൊക്കെ തന്നെ. എങ്ങനെ മടങ്ങണം, ഒടിച്ചെടുക്കണം, അങ്ങനെയൊക്കെയുള്ളതൊക്കെ വരുന്നത്. പൂർണ്ണമായിട്ട് വരില്ല. ചിലത് ചുഴുക്കുറ്റി സന്ധികളാണ്. ചുഴിയിൽ ഇങ്ങനെ, ഇപ്പോൾ കൈയുടെ ചുഴുക്കുറ്റി സന്ധിയാണ്, ഫുള്ളായിട്ട് റൊട്ടേഷൻ ചെയ്യുന്ന അസ്ഥികളായിരിക്കും. ഇനി മറിച്ച് ഇതെന്ന് പറഞ്ഞാൽ ബിജാഗിരി സന്ധി പറയും. ഇങ്ങോട്ട് മടങ്ങും പക്ഷെ തിരിച്ച് മടങ്ങില്ല. ഇതാണ് ബിജാഗിരി സന്ധികൾ. ഇങ്ങനെ ഓരോ സന്ധികളും വിശദമായിട്ടുണ്ട്. അതെങ്ങനെ പിടിക്കണം, അതിൻ്റെ വിശദമായ കാര്യങ്ങളാണ് നമ്മൾ കളരിപ്പറ്റി ബേസിക്കായിട്ട് പഠിക്കേണ്ടത്. ഇതിന് ശേഷമാണ് അതിനെ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഈ അളവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ പയറ്റ് പഠിക്കേണ്ടതും. ഇതിൻ്റെ ബേസിക് എല്ലാം അറിയാവുന്ന ഒരാളുടെ കൂടെ വേണം നമ്മൾ മർമ്മം പഠിക്കാനായിട്ട്. കാരണം ഇതെല്ലാം ഇപ്പം നമ്മൾ പറഞ്ഞിട്ടില്ലേ, ചെറിയ അണു, ഇത്ര അണു കൂടുമ്പോൾ അടുത്തൊരു ത്രസരയണു എന്നൊക്കെ പറഞ്ഞ് പഠിക്കാറുണ്ട്. ഇതിൻ്റെ അളവുകൾ കയറി വന്നാണ് ഈ പറയുന്ന ആയുധങ്ങളുടെ അളവും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇതെല്ലാം ഉണ്ടോ എന്ന് വളരെ ശ്രദ്ധിക്കണം. ഞാനൊന്ന് കാണിച്ചത് എങ്ങനെയാണെന്നുള്ളത്, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നേരെ വീഡിയോയിലേക്ക്. ഒരാളുടെ ഹൈറ്റിനനുസരിച്ചാണ് നമ്മൾ ഈ വടിയുടെ അളവ് നിർണ്ണയിക്കുന്നത്. സാധാരണ നമ്മൾ പയറ്റുമ്പോൾ 2-3 രീതികൾ അവലംബിക്കാറുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ താടിയുടെ പൊക്കം വടിയെടുക്കും, ഒന്ന്. 2 നമ്മുടെ ഈ ഹൈറ്റ് വടിയെടുക്കാറുണ്ട്. പിന്നെ ചെവിയുടെ ഈ പാഗസ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിനനുസരിച്ച് വടിയെടുക്കാറുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ കറക്റ്റ് ഉച്ചിയുടെ ഭാഗത്തേക്ക് കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു വടിയുടെ ഇതാണ്. അപ്പം നമ്മൾ മർമ്മസ്ഥാനങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഈ അളവോ അല്ല എടുക്കുന്നത്, മറിച്ച് ഉച്ചയുടെ അളവ്, ടോട്ടൽ ഹൈറ്റാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയായിരിക്കും വടിയുടെ അളവുകൾ വരിക. അപ്പോൾ അതിലാദ്യം നമ്മൾ ചെയ്യണത്, വലിയ വടിയിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതായിരിക്കും അതിൻ്റെ അളവെന്ന് പറയുന്നത്, ഹൈറ്റ്. കൃത്യ ഹൈറ്റ് മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഹൈറ്റ് വെച്ചിട്ടായിരിക്കും വരിക വലിയ വടി നമ്മൾ എടുക്കുക എന്ന് പറയുന്നത്. ഇത് ചില പ്രയോഗങ്ങൾക്ക് നല്ലതാണ്, ചില പ്രയോഗങ്ങൾക്ക് ഇത് പറ്റത്തുമില്ല. ഇനിയുള്ളത് കുറുവടിയുടെ അളവാണ്. കുറുവടിയുടെ അളവെന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ വടിയുടെ അളവിൻ്റെ പകുതി ആയിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെച്ചു, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൃത്യം ഇവിടെ പിടിച്ചു, ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് കണ്ടോ കറക്റ്റ് ആ അളവിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. അപ്പോൾ അങ്ങനെ 2 വടിയുടെ അളവായിരിക്കും കുറുവടി എന്ന് പറയുന്നത്. ഇനി കുറുവടി മാറിയിട്ട് നമ്മൾ ചെറുവടി ആകുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചെറുവടി നോക്കി നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കൃത്യം അതിൻ്റെ പകുതി ആയിരിക്കും ഈ പറയുന്ന അളവെന്ന് പറയുന്നത്. 2 പകുതി, അതാണ് ചെറുവടി എന്ന് പറയുന്നത്. ഈ ചെറുവടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് പിന്നെ വരുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മർമ്മക്കോല് പോലുള്ള കാര്യങ്ങളിൽ 3 മർമ്മക്കോല് കൂടുന്നതായിരിക്കണം ഒരു ചെറുവടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്, എന്തിനെ ബേസ് ചെയ്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്താണ്. ഇനിയുള്ള കാര്യം, ഇതിൻ്റെ അളവ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പത്തിയുടെ അളവെടുക്കുക. അതിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതും നമ്മുടെ ഇവിടെ പറയുന്ന സെൻട്രി വരുന്ന മർമ്മമായിട്ട് കറക്റ്റ് ആയിരിക്കും. പിടിയോ, നടുവരലിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന അളവ് ഈ കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ ആണെങ്കിൽ ഈ മധ്യഭാഗത്തുള്ള മർമ്മങ്ങളിൽ ഇത് പ്രയോഗിക്കാനായിട്ട് പറ്റുകയുള്ളൂ.
ക്ലിയർ? ഇനിയുള്ളത് വേറെ പ്രശ്നം, ഇതിൻ്റെ അളവ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജോയിൻറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അത് കൈയുടെ ഈ ഒരു ഭാഗം വരെ നമ്മൾ കെട്ടി കിട്ടുമ്പോഴാണ് ഇതിൻ്റെ അളവ് കൃത്യമാകുന്നത്. കറക്റ്റായിട്ട് പിടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കാലിൻ്റെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ മുട്ട് വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ പറയുന്ന കുറുവടിയുടെ ഭാഗമായിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ വലുത് കുറുവടി വരുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗം വരുമ്പോൾ നോക്കിയേ, ഇവരുടെ ഈ അസ്ഥിപ്പറ്റ് വരുന്ന ഈ ഭാഗം വരെയുള്ള ഭാഗമായിരിക്കും, സെൻറ്റർ വരെ വരുന്ന ഭാഗമായിരിക്കും കുറുവടിയായിട്ട് വരിക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അളവ്. നീ നമ്മൾ പറഞ്ഞ കുറുവടി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നേരെ വെച്ച് കണ്ട ആളുടെ ഹൈറ്റ്. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കണം. ബേസിക്കലി അറിഞ്ഞിരുന്നാൽ മാത്രമേ മർമ്മ പ്രയോഗങ്ങൾ വരുള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ നെടുവടി ഉപയോഗിക്കാൻ നമ്മൾ പറഞ്ഞില്ല, ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു വലിയ ഗ്രൂപ്പിലേക്ക് ഇറങ്ങി ചെല്ലുന്നെങ്കിൽ ഏറ്റവും താടിപ്പൊക്കമോ അല്ലെങ്കിൽ മൂക്കിൻ്റെ ഈ ഭാഗമോ ചെവിയുടെ ഈ ഭാഗമോ എടുക്കാവും. ഇത് മർമ്മക്കോൽ അളക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതെങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ എടുക്കണമെന്ന് കൂടി കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നമ്മൾ വടി പിടിക്കുന്ന വിധവും അത് നമ്മുടെ അകത്തുനിന്ന് എടുക്കുന്ന വിധവും പ്രയോഗ രീതിയിൽ നിൽക്കുന്ന വിധം വരെയാണ് പഠിപ്പിച്ചത്. വ്യക്തമായി മനസ്സിലായല്ലോ? അപ്പം അങ്ങനെയാണ് നമുക്ക് വടി എടുക്കാനുള്ള 2 മെത്തേഡ്. ഇങ്ങനെ കുറച്ചേറെ മെത്തേഡ് ഉണ്ട്, 17ഓളം മെത്തേഡുകൾ വടിയെടുക്കാനുണ്ട്. അപ്പോൾ അതിൽ 2 മെത്തേഡാണ് ഈ കാണിച്ചത്. ഇവിടുന്ന് വേണം നമ്മൾ പലതും പോകാനായിട്ട്. അപ്പോൾ പയറ്റുകളിലൊക്കെ തന്നെ പലതും ഇങ്ങനെ അല്ല വരുന്നത്, വടി നിലത്ത് വെച്ചിട്ടൊക്കെ ആയിരിക്കും എടുക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വടി ഉണ്ടെങ്കിൽ ആ വടി പെട്ടെന്ന് എങ്ങനെ എടുക്കുക, ഒരു അറ്റാക്ക് വരുമ്പോൾ പെട്ടെന്ന് എങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാണിച്ചതിൽ രണ്ടാമത്തേതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. മറ്റേത് നമ്മൾ എടുത്തു വരുമ്പോൾ സമയതാമസം എടുക്കും. എതിരാളി ദൂരെയാണെങ്കിൽ ഒന്നാമത്തേത് ചെയ്യാം, എതിരാളി അടുത്താണെങ്കിൽ ഈ രണ്ടാമത്തേതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നും പഠിപ്പിക്കുമ്പോഴാണ് കല ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു പുതിയ അറിവായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.